മറ്റെന്തിനേക്കാളും ലുക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഡിസൈനോടുകൂടി ഇറങ്ങിയ കുറേയധികം ബൈക്സുകളുണ്ട്. അഗ്ലിയസ്റ്റ് കാഴ്ച എവർ സോൾഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു എപ്പിസോഡർക്ക് ഞങ്ങൾ നന്നായിട്ട് ഏറിക്കറി. ഞങ്ങൾ പിന്നെ വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ നോക്കുന്നത് അഗ്ലിയസ്റ്റ് ബൈക്സ് ആണ്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ മോസ്റ്റ് അഗ്ലിയസ്റ്റ് ബൈക്സ് എവർ സോൾഡ് ഇൻ ഇന്ത്യ. വെൽക്കം ടു ഹാഫ് ക്ലച്ച് മീഡിയ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് പ്യൂർലി അബൌട്ട് എസ്തെറ്റിക്സ് ആണ്. അല്ലാണ്ട് വണ്ടിയുടെ കംഫർട്ടോ പവറോ അവരുടെ ലെഗസിയോ ഒന്നും നമ്മൾ ചർച്ച ചെയ്യാനില്ല. നമ്മളെന്താ കണ്ടുകൊണ്ട് കാണുന്നത്, നമുക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പറയുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറച്ച് പോൾസൊക്കെ ഇട്ടിട്ടുണ്ടായി. അങ്ങനെ വന്ന ഏറ്റവും കൂടുതൽ പോളുള്ള ബൈക്കുകളാണ് നമ്മൾ കൂടുതൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ സുന്ദരന്മാരൊന്നും അല്ല, എക്സെപ്റ്റ് മനു സുന്ദരനാണ്. അയ്യോ, ബൈക്ക് നമ്പർ 1. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ് കരീഷ്മ ZMR വേർഷൻ 2. എന്താണ് എൻ്റെ അഭിപ്രായം? കരിഷ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃതിക് റോഷൻ്റെ ആഡല്ലേ, ആ ആടിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഒരു ലെഗസി രോമാഞ്ചം ഇപ്പോഴും വരും. ഹീറോയുടെ ഡിസൈനേഴ്സ് നല്ല കനത്തിൽ ഊക്ക് മേടിച്ചു തുടങ്ങിയത് ഈ വണ്ടിയുടെ ഡിസൈനൊക്കെ കഴിഞ്ഞ പിന്നെയാണ്. അതിന് മുമ്പ് വരെ എല്ലാവരും ഭയങ്കര കരിഷ്മ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഹൈപ്പായിരുന്നു ആ പേരിനുണ്ടായിരുന്നത്. കാരണം ലെജൻഡറി ബൈക്സ് ആണ് കരിഷ്മ R ആയാലും ZMR ആയാലും. പക്ഷെ അതിൻ്റെ ഒരു അടുത്ത വേർഷൻ എന്ന് വെച്ചാൽ അതിങ്ങനൊരു ലൈക്ക് ഫ്ലോപ്പ് മോഡൽ ആയിപ്പോയി. ടെയിൽ ലൈറ്റ് ആയാലും ഏകദേശം ഇത്രയും കണ്ടുണ്ട് അതിൻ്റെ ടെയിൽ ലൈറ്റിംഗ്. അതാണ് ഈ വയർലെസ്ലി പ്ലേസ്ഡ്, ലൈക്ക് കുറച്ച് ഡിസ്റ്റൻ്റ് ആണ് ബോഡിയിൽ നിന്ന്. അത് ആ ഒരു ടെയിൽ ടൈഡി ആയിട്ട് മാച്ച് ആവുന്നില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫുള്ളൊരു പ്ലാസ്റ്റിക്, ഫുള്ളി ഫെയർഡ് എന്ന് പറഞ്ഞാലും ഫുൾ പ്ലാസ്റ്റിക്. കിം കർദാഷിയൻ മാറിക്കും. എനിക്ക് തോന്നുന്നു ആ സമയത്ത് 220 നല്ലൊരു മോഡലായിരുന്നു. 220 ഹെഡ്ലൈറ്റ്സ് ഇങ്ങനെയാണല്ലോ വന്നിരുന്നത് മുകളിൽ. എന്തിനാ അതേപോലെ പറഞ്ഞു, അത് തന്നെ നമ്മൾ അറിയാത് സാധനം. പക്ഷെ എന്നാലും എന്തുകൊണ്ട് ഇതിനെ മാത്രം ഇങ്ങനത്തെ ഒരു അത് ഇത്രയും ഫാൻ ബേസും ഫോളോവേഴ്സും ഒക്കെ ഉള്ള വണ്ടീനെ ഇങ്ങനെ നശിപ്പിച്ച് കളയുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അധികം നാൾ ഓടിയില്ല വേണ്ടേ, അതിനും തന്നെ ഒരു ഡിസ്കണ്ടിന്യൂ. പക്ഷെ അതൊക്കെ കരിഷ്മ R ഏത് ആംഗിളിൽ നിന്ന് നോക്കിയോ ഭയങ്കര അടിപൊളിയാണ്. ജസ്റ്റ് ബാക്കിൽ നിന്ന് തന്നെ നോക്കിയോ, ആ സൈലൻസിൻ്റെ ടിപ്പിലുള്ള ഒരു 6 സ്ക്രൂസ് എന്തൊക്കെയുണ്ട്. അത് തന്നെ ഭയങ്കര ലുക്കാണ് മൊത്തത്തിൽ കാണാൻ. എനിക്ക് തോന്നണം ഫസ്റ്റ് ഇറങ്ങിയ വേർഷനിൽ ഇപ്പോഴും ഡിമാൻഡാണ്. OLX-ലൊക്കെ നോക്കി കഴിഞ്ഞാൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി. ഇപ്പോഴും വണ്ടി ഫുള്ളി റീസ്റ്റോർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരു എവർഗ്രീൻ ഡിസൈൻ തന്നെയാണത്. എഞ്ചിൻ ഓൾസോ. ബൈക്ക് നമ്പർ 2. നമ്മുടെ അടുത്ത വണ്ടി ഫേസർ 125. അധികം കണ്ടിട്ടുണ്ടാവില്ല, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ ഇത് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടേക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ എന്തോ ഇവിടെ ഒരു കണ്ട ഒരു ഓർമ്മയുണ്ട്, അത്രേ ഉള്ളൂ. നമ്മുടെ സ്പൈഡർമാൻ്റെ കണ്ണ് പോലത്തെ ഒരു ഹെഡ്ലൈറ്റ് ഉള്ള വണ്ടി. എനിക്ക് ചാളയുടെ മതി. ഈ നാട്ടിലെ ചേട്ടന്മാരൊക്കെ പണ്ട് മറ്റേ ചളത്തല എന്ന് പറഞ്ഞ കളിയാക്കുമായിരുന്നു. ഇതിന്റെ ഹെഡ് മീനിന്റെ ഒക്കെ ഒരു ഷേപ്പ് പോലത്തെ ഒരു ഹെഡ്ലൈറ്റ് ആയിരുന്നു. ഫിഷായി. അതുപോലെ ഇതിന്റെ ടാങ്കിന്റെ അടിയിലുണ്ട് നമ്മുടെ ഫിഷിന്റെ ഗിൽസ് പോലത്തെ. എനിക്ക് തോന്നുന്നത് ഫിഷിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കും ചിലപ്പോൾ. കുമ്പളങ്ങി നൈറ്റ്സ് പറഞ്ഞ പോലെ ഇത് ചെയ്തിട്ട് അങ്ങോട്ട് മെനയാണല്ലോ സച്ചിൻ. ബഡ്ജറ്റ് വണ്ടികളുടെ ലുക്ക് കണ്ടിട്ട് നമ്മൾ വിളിച്ചിരുന്നേക്കണം യമഹയുടെ വണ്ടികളായിക്കോളൂ. ഏത് കാലഘട്ടത്തിലായാലും അതൊരു എവർഗ്രീൻ ലുക്ക് തന്നെ ആയിരിക്കുള്ളൂ അവർ. പക്ഷേ ഇത് കണ്ടിട്ട് നമുക്ക് നോക്കിയേക്കാൻ പോലും തോന്നാത്ത ടൈപ്പ് ഹെഡ്ലൈറ്റ് ഡിസൈനൊക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ആ വണ്ടി ഒരു ഹോണ്ടിങ് പോലെയായിരുന്നു. അത് ചെറുതായിരുന്നു. അപ്പോൾ നമുക്ക് ആ വണ്ടി കാണുമ്പോൾ ആ ഹെഡ്ലൈറ്റ് പെട്ടെന്ന് ഓർമ്മ വരുമായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2 സ്ട്രോക്ക് ബാൻ വന്ന സമയത്ത് യമഹയുടെ ലെജൻഡറി ബൈക്സ് RX100, RX135 ഇതെല്ലാം നിർത്തി അടുത്ത് 4 സ്ട്രോക്ക് എൻജിൻസ് വെച്ച് മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടി കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറക്കിയ വണ്ടികളാണ് ഇതൊക്കെ. ലിബറോ, ഫേസർ, പിന്നെ ക്രെക്സ്, ഇതൊക്കെ. പക്ഷെ പച്ച പിടിച്ചില്ല. പക്ഷെ ഫേസറിന് ഒരു ഐക്കോണിക് സംഭവമാണ് ഈ 2 ഹെഡ്ലൈറ്റ്. അത് ഫേസർ 1000cc ഐക്കോണിക്. പക്ഷെ അത് ഫേസർ 25 വന്നു കഴിഞ്ഞപ്പോൾ അത് പോയി സിംഗിൾ ഹെഡ്ലൈറ്റ് ആയി. എടാ മനു, നിന്റെ ഫസ്റ്റ് വണ്ടി ഫേസർ അല്ലേ? എൻ്റെ ഫസ്റ്റ് വണ്ടി 2010 മോഡൽ ഫേസർ ആയിരുന്നു, 150 ആയിരുന്നു. പക്ഷെ ആ വണ്ടി കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെ ചെന്നാലും ആര് കണ്ടാലും ലൈക്ക് ഫ്രണ്ട്സ് കാണുമ്പോൾ എടാ നമുക്ക് എൻ്റെ കിറ്റൊക്കെ കഴിച്ച് കളഞ്ഞിട്ട് FC ആക്കാം, ഇതാണ് എപ്പോഴും വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് അത് എൻ്റെ വണ്ടി ആയതുകൊണ്ടായിരിക്കും എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ FC എനിക്കിഷ്ടമാണ്. പക്ഷേ FC ആക്കണമെങ്കിൽ എന്താ ഇതൊക്കെ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി വേറെ പൈസയൊക്കെ ഒപ്പിക്കണ്ടേ, അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെച്ചു. ബൈക്ക് നമ്പർ 3. നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്ന എൻ്റെ ഒരു പേഴ്സണൽ പിക്കാണ്. പക്ഷെ നിങ്ങളത് അംഗീകരിക്കുമോയെന്ന് എനിക്കറിയില്ല. ഏതാണത്? നമ്മുടെ പുതിയ RC390. ഞാൻ അംഗീകരിക്കില്ല. എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. എൻ്റെ കളിയാ. പക്ഷെ എനിക്കിഷ്ടമല്ലടാ, നീ പറഞ്ഞു. എനിക്ക് പണ്ടത്തെ RC390 ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ട്വിൻ ലൈറ്റും ഒരു ഏലിയൻ ലുക്കും മൊത്തത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ഷാർപ്പായിരുന്നു ഭയങ്കര. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഒരു ഗോൾഡ് ഫിഷിനെ പോലെയാണ്.
അത്ര ഒഫെൻസീവായിട്ട് കണ്ടുവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലുക്കൊന്നും പോയിട്ടില്ല. പക്ഷെ അങ്ങനെ ലുക്കാക്കിയതിന്റെ പേരിൽ ആ വണ്ടിയുടെ ഇപ്പൊ ലാപ് ടൈം ഒക്കെ ഭയങ്കര കൂടിയിട്ടുണ്ട്. ലാപ് ടൈം കൂടി, ശരിയാണ്. ഒന്നും ഇതായിരുന്നു ഫാസ്റ്റർ അറൗണ്ട് ദ ട്രാക്ക്. എനിവേസ്, പക്ഷേ എനിക്കെന്തോ കാണാൻ ഇഷ്ടമല്ല ഗൈസ്. അല്ല, നമ്മളെ എസ്തെറ്റിക്സ് ആണല്ലോ ഡിസ്കസ് ചെയ്യണേ. പക്ഷേ ഈ രണ്ട് വണ്ടിയും ഒരുമിച്ച് വെച്ചിട്ട് ഇത് അറിയില്ലാത്ത ഒരാളോട് ഇത് ഏതാ പുതിയത് ഏതാ പഴയെന്ന് വെച്ചാൽ എന്ത് പറയും? അങ്ങനെ നോക്കുമ്പോ പഴയതാണ് പുതിയതെന്നേ പറയുള്ളൂ. കാര്യം ആ ഒരു 2 ലൈറ്റ് ഉണ്ടല്ലോ, അത് തന്നെ ആംഗുലർ ലുക്ക് അടിപൊളിയാണ്, അതിനൊന്നും പറയാനില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ആർ സി എന്നുള്ളതിന്റെ ഒരു സോള് ചെറുതായിട്ട് ഇത് മാറ്റി ഇതിനെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാൻ KTM നോക്കി. ആർ സിക്കാണ് അതിന്റെ ആവശ്യം, അതിനാണല്ലോ ഓൾറെഡി ഡ്യൂക്ക് ഉള്ളത്. അത് എന്നെ സംബന്ധിച്ച് അത് വളരെ അഗ്ലൈപ്പോയി. അത്ര ഒരു ലെജൻഡറി ലുക്കുള്ള ഒരു ബൈക്കിനെ കൊണ്ടുവന്ന് എന്തോ ആരോ ഇതൊക്കെ ആരാണ് അപ്രൂവ് ആക്കിയത് എനിക്കറിയാൻ പാടില്ല. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. Bike number 4. ഇത്രയും നേരം നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കല്ലേ ഡിസ്കസ് ചെയ്തത്. ബാക്കിൽ നോക്കുമ്പോൾ അത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഒരു സിനിമയിലെ ക്യാരക്ടറൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. മഞ്ഞ വണ്ടിയാണെങ്കിൽ ഏത് വണ്ടിയാന്ന് മനസ്സിലായി? ബംബിൾ ബി. പക്ഷെ ഇതിന്റെ ബാക്കിൽ നോക്കിയിട്ടുണ്ടോ? ബാക്കിൽ നോക്കിയുണ്ട്. ഒരു വി ഷേപ്പിലുള്ള ആളുകൾ ഒരു പേര് വിളിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക പേര് വിളിക്കുന്ന ഒരു ലാമ്പ്. പക്ഷെ ആ വണ്ടി എന്താ ഡിസൈൻ, ഫുൾ ലൈക്ക് ഡിസൈൻ എലമെന്റ്സ് ഇങ്ങനെ വാരി വിതറിയൊക്കെ ഇത് ലോഞ്ച് ആയപ്പോൾ ഞാനടക്കം ലൈക്ക് എല്ലാവരും, ഞാനിപ്പോഴും എനിക്ക് ആ വണ്ടി ഇഷ്ടമാണ്. എക്സെപ്റ്റ് ഇപ്പോൾ വന്ന ടെയിൽ ലാമ്പൊക്കെ എല്ലാവരും ഭയങ്കര ഫാൻ ബേസ് ഫോളോയിങ് ഉള്ള വണ്ടിയായിരുന്നു. പക്ഷേ അവർ അതേ സമയം തന്നെ തൊട്ട് അവരുടെ സിബ്ലിംഗ് ആയിട്ടുള്ള NS200 ബാക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത് വെച്ചേക്കണല്ലോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നു. അവരാണ് ഇവിടെ കൊണ്ടുപോയി ഇപ്പുറത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചാണ്. പക്ഷെ ഇങ്ങനെ കംപ്ലൈൻസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് കേട്ട് ഫൈനലി നമ്മുടെ ബജാജ് അത് ആ ടെയിൽ ലാമ്പ് ഡിസൈൻ മാറ്റി. ഇപ്പോ ഉള്ളതാണ് അതിന്റെ നമ്പർ പ്ലേറ്റിനോടൊപ്പം ചേർത്ത് ഒരു കാറിന്റെ ഒക്കെ ടെയിൽ ലാമ്പ് പോലെ പേര് മാറ്റി. ശരിയാ. എന്താ പുതിയ പേര്? സോമൻ. ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. അത് എനിക്ക് തോന്നുന്നു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോണ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ പൾസറിൽ. അത് ഭയങ്കരമായിട്ട് ഉണ്ടായ ടൈമില്. ഇപ്പോഴത്തെ ടെയിൽ ലാമ്പ് കണ്ടോ സ്റ്റോക്കായിട്ട് തന്നെ ഒടിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ ഓടിക്കാൻ ഭയങ്കര പവർഫുള്ളാണ്. ഓടിക്കാൻ അടിപൊളിയാണ്, ലൈക്ക് എഞ്ചിൻ അടിപൊളിയാണ്. KTM ഡിറൈവ്ഡ് എഞ്ചിൻ. അതായത് ആ 200cc ബജാജ് ഇറക്കിയത് മോസ്റ്റ് ഓഫ് ദ പവർഫുൾ ബൈക്ക് അതായിരുന്നു. അഫോർഡബിൾ ആണ്. ആകെ എനിക്കിതുള്ള നെഗറ്റീവായിട്ട് തോന്നിയത് അതിന്റെ ടെയിൽ ലാമ്പാണ്. അത് പുതിയ വണ്ടിയിൽ ബെറ്റർ ആവുമെന്ന് വിചാരിച്ചു, പുതിയ വണ്ടിയിൽ ഫ്ലോപ്പായി. ലൈക്ക് ഇതിലും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇവിടെ ഉള്ള പയ്യന്മാർ ചെയ്യും. അവർ ആഫ്റ്റർ മാർക്കറ്റ് ലാമ്പൊക്കെ മേടിച്ച് നല്ല കാണുമ്പോൾ തന്നെ നല്ല കിടിലൻ ലുക്കുള്ള രീതിയിൽ, മസ്കുലർ ലുക്കുള്ള രീതിയിൽ അവർ ടെയിൽ ലാമ്പ് റീപ്ലേസ് NS ടെയിൽ ലാമ്പ് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. അല്ല, അത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പോഴത്തെ RSന്റെ ഫുൾ സെക്ഷൻ അങ്ങോട്ട് ഉരുക്കളയും. എന്നിട്ട് ആ ഇരിക്കുന്ന സീറ്റിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ LED സ്ട്രിപ്പ് മാത്രം ഒട്ടിക്കും. നല്ല രസമുണ്ട്. അത് അടിപൊളിയാണ് ഇതിന്. പക്ഷെ അതിനൊക്കെ 5000 മേലിട്ട ഫൈൻ. Bike number 5. പക്ഷേ ടെയിൽ സെക്ഷനെ കുറിച്ച് പറയുമ്പോൾ ടെയിൽ സെക്ഷൻ അടിപൊളിയാക്കിയിട്ട് ഫ്രണ്ട് സെക്ഷൻ കുറച്ച് ഒരാവശ്യമില്ലാത്ത ഡിസൈൻ കയറ്റൊരു വണ്ടിയുണ്ട്. അവരാകെ നിസാരം വണ്ടികൾ ഇറക്കുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഓൺ SUV ബ്രാൻഡ് മഹീന്ദ്ര മോജോ. എന്ത് രസമാണ് അതിൻ്റെ ബാക്ക് കാണാനായിട്ട്. ആദ്യം ഇറങ്ങിയ വണ്ടിയിൽ 2 ട്വിൻ എക്സോസ്റ്റും ഭയങ്കര രസമായിരുന്നു. പക്ഷെ എനിക്ക് സൈഡ് വേസ് ഉള്ള ലുക്ക് ഇഷ്ടമാണ്. മഹീന്ദ്രയുടെ അതിന് മുമ്പ് ഇറങ്ങിയ വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഐക്കോണിക് സൈഡിൽ നിന്ന് ഒരു ട്യൂബ് വരുന്ന ഡിസൈൻ, ഒരു നല്ല രസം ഉണ്ടായിരുന്നു. ചില ആൾക്കാരെ നമുക്ക് ഫോട്ടോ ലുക്ക് തോന്നുക, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ലുക്കായിരിക്കും. സെയിം സംഭവമാണ് ഈ മോജോ. ഫോട്ടോയിൽ കാണാൻ ഒരു ഭംഗി, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു റോഡ് പ്രസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി. റോഡ് പ്രസൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിന് ബാക്കിയുള്ള ഡിസൈൻസ് ആയിട്ട് സിങ്ക് ആവാത്ത പോലെ ഹെഡ്ലൈറ്റ് മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈക്ക് കുറേ പേര് ഈ വണ്ടി എടുത്ത് അതിൻ്റെ ഹെഡ് ലാമ്പ്സ് സ്റ്റോക്ക് ഫോം മാറ്റിയിട്ട് ഒരു ട്വിൻ ഹെഡ് ലാമ്പ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ബിഗർ ലുക്കാണ്. അതും പോരാ എൻ്റെ അത് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ എടുത്തിട്ട് അതിന്റെ ഫ്രണ്ട് ഫുള്ളായിട്ട് അവൻ മാറ്റിയിട്ട് 2 നീ പറഞ്ഞ പോലെ ട്വിൻ ഹെഡ്ലൈറ്റ് പിന്നെ ഭയങ്കര ലുക്കാണ് വണ്ടി കാണാൻ വേണ്ടി. കൊച്ചു മച്ചാനൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിന്റെ എക്സോസ്റ്റിൽ നിന്ന് DV കില്ലർ ഊരിക്കളയാൻ പറ്റും. സ്റ്റോക്ക് വണ്ടി തന്നെ DV കില്ലർ. പിന്നെ ഒരു രക്ഷയില്ല, ഓരോ തവണ മറ്റേ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും പൊട്ടല. അതായത് സ്റ്റോക്കിൽ തന്നെ പോപ്സാം ബാങ്ക്സ്, സ്റ്റോക്കിൽ തന്നെ, അതായത് സിംഗിൾ സിലിണ്ടർ എക്സ്ചേഞ്ച് ആണെങ്കിലും. ഞാൻ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയപ്പോൾ ഇവര് ഷോറൂമിൽ ഊരി വെച്ചേക്ക DV കില്ലർ. കാരണം ഓടിക്കുന്ന ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെടണം. വരുന്ന എല്ലാവർക്കും ടെസ്റ്റ് ഡ്രൈവും കൊടുത്ത് ഇത് ഊരിയും വെച്ചിട്ടാണ്. ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൽ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഭയങ്കര. ഹിമാലയൻ ഇറങ്ങിയതുകൊണ്ട് ആ ഒരു ട്രെൻഡ് വന്നുകൊണ്ട് ആ വണ്ടി അങ്ങനെ ആദ്യം. പിന്നെ കോസ്റ്റ് ഒരു പ്രശ്നമായിരുന്നു. എന്താന്ന് വെച്ചാൽ സർവീസ് ഒക്കെ ആയിരിക്കും നമ്മ ടെൻഷൻ ആവുന്നത്, അയ്യോ ഇത് ഇനി നിന്ന് പോവോ എങ്ങനെയാണ്. പക്ഷെ കമ്മ്യൂണിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ഫാൻ ഫോളോയിങ് ആണ്. ഇപ്പോൾ മോജോ ട്രൈബ് പോലുള്ള അടിപൊളി കമ്മ്യൂണിറ്റികളുണ്ട്. കണ്ടമാനം ഇവര് ഭയങ്കര വലിയ റൈഡൊക്കെ ലൈക്ക് നല്ല രീതിക്ക് ക്ലോക്ക് ചെയ്ത മഹീന്ദ്ര മോജോ ബൈക്സ് ഉണ്ട്.
ബൊലേറോ സ്കോർപ്പിയോ എന്നൊക്കെ ഇറക്കിയിട്ട് OH അവസാനിക്കുന്ന പേരിലൊരു ബൈക്ക് ഇറങ്ങി. പക്ഷേ അത് മാത്രം ഹിറ്റായില്ല. അതിനു മുമ്പ് ഒരു ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, സെലേറിയോ. അത് വെച്ചിട്ട് സെന്റൂറോ ആദ്യമായിട്ടാണ് ഫ്ലിപ്കി കൊണ്ടുവന്നത് ആ വണ്ടിയുടെ. ഓർക്കണ്ട, ഇങ്ങനെ നിൽക്കുമ്പോ സെന്റൂറോയ്ക്ക് ഭയങ്കര ഒരു വെറൈറ്റി തന്നെയായിരുന്നു ഫ്ലിപ്കി കൊണ്ടുവന്നത്. അതിപ്പോ നമ്മൾ ഈ കാക്കകൾ ചാവുന്ന കാണാനില്ല എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ പഴയ ബൈക്കുകൾ ഒന്നും കാണാനില്ല. അതിപ്പോ ആകെ കണ്ടുവരുന്നേക്കുന്നത് മോജോ മാത്രമേ ഉള്ളൂ. അത്രയും ഫാൻ ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം ആ വണ്ടി ഇപ്പോഴും നിലനിന്ന് പോണത്. ക്വാളിറ്റിയും ഉണ്ട്. Bike number 6. നമ്മള് ഇന്ത്യക്കാർ ചെറുതായിട്ടൊന്ന് പറ്റിക്കപ്പെട്ടുണ്ട് ഒരു വണ്ടി വെച്ചിട്ട്. എനിക്ക് മനസ്സിലായി ഏതാണെന്നറിയില്ല, വെറുതെ അതൊക്കെ എടുത്തിട്ടോടാ. അതേത് വണ്ടിയാടാ പറ്റിക്കപ്പെട്ട്? യമഹയുടെ വണ്ടിയാണ്. യമഹയുടെ വണ്ടി നമുക്ക് റൗണ്ട് ഹെഡ് ലൈറ്റ് ഉള്ള വണ്ടി വന്നിട്ട് കുറെ മനസ്സിലായി. അത് അതായത് ലൈക്ക് MT-15 ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യക്കാർ യമഹയുടെ ഒരു അടുത്ത വണ്ടി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്ഡായിരുന്നു. നമ്മൾ ഇന്ന് വരും നാളെ വരും, അതിൻ്റെ ഒപ്പമാണ് ഓൺലൈൻ മീഡിയാസ് ഒരേ ഹൈപ്പ് ഇറക്കുന്നു. വണ്ടി XSR 155. ആ വണ്ടി ഇന്ന് വരും നാളെ വരും, ഇത് തന്നെ വരും, അല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ വണ്ടി വരും വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് FCX എന്നും പറഞ്ഞൊരു വണ്ടി ഒരു കൊണ്ടേ ലോഞ്ച് ചെയ്തു. ശരിക്കും അന്ന് യമഹ ഈ ഒരു XSRന്റെ ഡിസൈനിൽ FCX ഇറക്കണേ നല്ല ഹിറ്റാണ്. കാരണം അന്ന് ഇത്ര സാച്ചുറേറ്റർ അല്ല, നന്നായിട്ട് പിടിച്ചെന്ന് തന്നെ. പക്ഷെ അവർ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ലക്ഷക്കണക്കിനുള്ള ആ സെയിം ഷാസി, FCയുടെ സെയിം ഷാസി, സെയിം എഞ്ചിൻ എല്ലാം ഒന്ന് മോഡിഫൈ ചെയ്ത് പറ്റാവുന്ന രീതിയിൽ മോഡിഫൈ ചെയ്ത് ഇതായിരുന്നു. കാരണം MT-15 R15 ഷാസിൽ വന്നപ്പോൾ സെയിം ഷാസി, ഈ വണ്ടിയും ആ ഷാസിൽ വരുന്ന ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇത് പുറത്തൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു. ഇതിന്റെ സ്വിംഗ് ആം മറ്റേ ബോക്സ് ടൈപ്പാണ് കൊടുത്തേക്കണത്. അത് തന്നെ ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടി ഭയങ്കര ചീപ്പ് ലുക്ക് ഉണ്ട്. ഈവൻ പഴയ ഫസ്റ്റ് ജെൻ MT ഒക്കെ ആണെങ്കിലും ബോക്സ് ഫ്രെയിം ആണ്. അത് അത്ര ഒഫൻസീവ് അല്ലായിരുന്നു ആ വണ്ടിയിൽ. അതിനൊരു പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് കാണാൻ രസം ഉണ്ടായിരുന്നു. ബേസിക്കലി ഇന്ത്യക്കാർ പറ്റിക്കപ്പെട്ടു ശരിക്കും. പക്ഷെ ഇന്ത്യക്കാർ അത്ര മണ്ടന്മാരൊന്നുമല്ല, ആരും വാങ്ങിച്ചൊന്നുമില്ല. മേടിച്ചവരെയൊക്കെ എനിക്കറിയാം, മേടിച്ചിട്ടുണ്ട്. കൂട്ടുകാരൻ മേടിച്ചു. അപ്പൊ ആന്റണിയുടെ ഫ്രണ്ട്സ് മണ്ടന്മാരാണ്. Bike number 7. ഞാനും പറയാം. INS ഇതിന്റെ പരസ്യം ഇന്ത്യക്കാർ റോഡിലൂടെ ഇത് ഓടിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു ഷിപ്പാണ് ഓടിക്കുന്നതെന്ന് കരുതി ആളുകളെല്ലാം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവർക്കും പറയാനുള്ള അവസരമുണ്ട്. INS വിക്രാന്തിന്റെ മെറ്റൽ ഉരുക്കിയിട്ട് ഇതാ നിങ്ങൾ ഇന്ത്യക്കാർക്ക് ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ട് ബജാജ് ഒരു മാർക്കറ്റിംഗ് ചെയ്തു. ഞാൻ ഇത് ഓടിക്കുമ്പോൾ എനിക്ക് ഷിപ്പ് ഓടിക്കുന്ന ഒരു ഫീലാണ്. അത് മറക്കൂലത്. പക്ഷെ ഞങ്ങൾ ഇന്ത്യക്കാർ ഇത്ര ഉണ്ടാക്കന്മാരല്ല കേട്ടോ. എന്റെ ഐഡന്റിറ്റി ബജാജ്. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ, ഇത് യാതൊരു ജില്ല. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പരസ്യം തന്നെയാണ് മെയിൻ പ്രശ്നം. ഈ പരസ്യം ഇറങ്ങിയപ്പോൾ ആൾക്കാർ ഇതൊരു മീമായിട്ട് മാറ്റിയെടുത്തു. പിന്നെ ഈ വണ്ടി ഓടിച്ചോണ്ട് നടക്കുന്ന നടക്കട ആൾക്കാർ വീടിന്റെ അവിടെ കപ്പല് പോണെന്നൊക്കെ പറയും. കപ്പല് പോണ് ഒരു മാർക്കറ്റിങ്ങിന് എന്തോരം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ആ ഒരു ഷിപ്പിന് ഇതാക്കണല്ല. ഷിപ്പും ഇതും വെച്ചിട്ട് അങ്ങനെ ഇത് വരുമ്പോഴേ കമ്പയർ ചെയ്യാൻ കാണിച്ച ഒരു എന്നാലും അതൊരു ഡൈജസ്റ്റബിൾ അല്ലാത്ത പോലത്തെ ഒരു ഇത്. നമ്മുടെ പണ്ടത്തെ പരസ്യമല്ലേ ഗോപാല, ആ ഒരു വൈബിലാണ് ആ പരസ്യം വന്നത്. പക്ഷെ വണ്ടി എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അതിന്റെ 150 കാണാൻ നല്ല രസമാണ്, കാണാൻ രസം. പക്ഷെ എനിക്കിത് തോന്നുന്നു വണ്ടിയിൽ കുറച്ച് തടി കൂടിയ ഒരാളെ പോലെയാണ്. കാരണം അതിന്റെ ടാങ്കിനും അൺനെസസറി ആയിട്ട് കുറച്ച് വണ്ണ കൂടുതൽ, ഹെഡ്ലൈറ്റിനും വണ്ണ ഒരിക്കൽ ഉണ്ടാക്കിയാൽ പറ്റില്ലാണല്ലോ, അപ്പൊ കുറേ ഉണ്ടല്ലോ. അപ്പൊ പക്ഷെ എനിക്ക് ആ വണ്ടി അത്ര ഒഫൻസീവ് ആയിട്ട് തോന്നിയില്ല. നമ്മളിപ്പോ പറഞ്ഞ ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ആ വണ്ടി അത്ര കക്കുലൊന്നുമല്ല. അതിന്റെ കളർ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണോ. എക്സോസ് നോട്ടൊക്കെ വേറൊരു പിന്നെ അതിന്റെ പെയിന്റ് നോട്ടും പിന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ അടിപൊളിയാണ്. കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു മീമായി പോയി. അതാ പരസ്യം അങ്ങനെ വന്നതുകൊണ്ടാണ് എല്ലാരും വിചാരിച്ചത് ആ എന്തോ ഒരു ആദ്യം ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ പരസ്യം കാണിച്ചിട്ടുണ്ടായില്ല. ആദ്യം കാണിക്കാണ്ട് ഇൻട്രോ മാത്രം ഒരു INS വിക്രാന്തിന്റെ മറ്റേ ആങ്കർ ടൈപ്പിന്റെ ഒരു ഇതുപോലെ ചെയ്തിട്ട് എല്ലാരും വിചാരിച്ചപ്പോ വേറെ എന്തോ ഒരു, പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. Bike number 8. ഞാൻ പറയാം. പിന്നെ ഒരു വണ്ടിയുണ്ട്, പക്ഷെ ആ വണ്ടിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ എല്ലാവരും പറഞ്ഞാൽ മതി. എനിക്ക് കാര്യങ്ങൾ പറയാനുള്ളത് ആദ്യം പറയാൻ കഴിയില്ല. ഏതാ വണ്ടി എന്ന് പറയുന്നത്? പ്രഭാസിന്റെ ബാഹുബലി കണ്ടിട്ട് വിജയ് ഒരു പടം ഇറക്കായിരുന്നു പുലി എന്ന് പറഞ്ഞ്. ആ അവസ്ഥയാണ് എനിക്ക് സുസുക്കി ഇൻട്രൂഡർ കാണുമ്പോൾ. അപ്പൊ ഞാനൊരു വേതാളമാണോ? അതെ, നീ ഒരു വേതാളമാണ്.
അവഞ്ചർ ശരിക്കും സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയം നല്ല കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാര്യം അവഞ്ചേഴ്സിനെ അവർ റീഡിസൈൻ ചെയ്തിട്ട് 2 സ്പെക്കിൽ ഇറക്കിയിട്ടുണ്ട്. സ്ട്രീറ്റ് വേർഷൻ ഒരു 2015-16 അതെ, അതുവരെ ഒന്നും അവഞ്ചർ കാണാത്ത രസമല്ല. അടിപൊളിയായിട്ട് ഇറക്കിയപ്പോൾ ആ ഒരു സെഗ്മെന്റിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് സുസുക്കി എനിക്ക് തോന്നണത് നല്ല ഉണ്ടായിരുന്ന ഒരു മോഡലിനെ ഇത് ചെയ്തിട്ട് അവർ ഇറക്കി. മേളിൽ ഫുൾ സോട്ടും കൂട്ടും ടൈ ഇട്ടിട്ട് അടിയിൽ കളസം മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ഫീലാണ് കാണുമ്പോൾ തോന്നുന്നത്. സംഭവം എന്ന് വെച്ചാണെങ്കിൽ ടയറാണ്, ഇത് ചോട്ട ടയറാണ്, ബാക്ക് ബൾക്കാക്കിയിട്ട് ചെറിയ ടയർ കയറ്റി. ആനയ്ക്ക് കുതിരക്കാല് പോലെ. ആ വണ്ടി കുറച്ചും കൂടിയും എഞ്ചിനൊക്കെ വലിയ എഞ്ചിനൊക്കെ കുറച്ചുകൂടി പവർക്കുള്ള വണ്ടി ഒരു വലിയ ടയറൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ നമ്മളത് മെയിൻ ചെയ്യാണ്ട് വിട്ടാനേ. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ കൊണ്ടുപോയി ആ വണ്ടി ഇറക്കിയാനപ്പാ. നമ്മുടെ റെഡിറ്റിൽ ഇന്ത്യൻ ബൈക്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ദ അഗ്ലിയസ്റ്റ് ബൈക്ക് ഓഫ് ദ ഡെക്കേഡ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തത് ഈ ബൈക്കാണ്, സുസുക്കി ഇൻട്രൂഡർ. അത് സെയിൽസിൽ കാണാനുണ്ട്. Bike number 9. നമ്മുടെ അടുത്ത ബൈക്ക് അഗ്ലിനെസ് ഒരു ഹോഴ്സ് പവർ ആയിരുന്നെങ്കിൽ ഇതിനെ സൂപ്പർ ബൈക്ക് എന്ന് വരെ വിളിക്കാൻ പറ്റും. സ്കൂട്ടറാണ്, സ്കൂട്ടറല്ല. ബൈക്കാണ്, ബൈക്കും അല്ല. ഹോണ്ട ഇന്ത്യയിൽ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ വണ്ടിയാണ് ഹോണ്ട നാവി. പക്ഷേ എനിക്കിഷ്ടമുണ്ട് വണ്ടി എനിക്ക് ഇഷ്ടമായിരുന്നു. ഈ ശരിക്കും ഹോണ്ട ഈ വണ്ടി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ഈ വണ്ടിയും ആൾക്കാരും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാകും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എല്ലായിടത്തും ഒരു എന്ത് ചെറിയ പരിപാടി എന്നാലും അവിടെ സ്റ്റോളിടും, ഈ വണ്ടി എല്ലാവർക്കും ഓടിക്കാൻ കൊടുക്കും. അങ്ങനെ ഒരു പരിപാടി ഉണ്ടാകും. പക്ഷേ ഈ വണ്ടി കാര്യമായിട്ട് ഞാൻ ഓടിച്ചിട്ടുണ്ട്, നല്ല രസം ഓടിക്കാൻ. ഇതിന്റെ ഈ അടിയിൽ ബോക്സ് ഒരു വർഷനൊക്കെ ഉണ്ട്, അത് അത് ആക്സസറീസ് പോലെ ആയിരുന്നു. സെപ്പറേറ്റ് മേടിക്കണം. ഇന്റർനാഷണൽ സ്പെക്കിൽ ഇന്റർനാഷണൽ ഒരു വണ്ടിയില്ല ഇങ്ങനെ ഹോണ്ട ഗ്രോ. പക്ഷെ അത് അടിപൊളി കമ്മ്യൂണിറ്റിയും ഭയങ്കര ബിൽഡൊക്കെ ചെയ്ത രസമാണ് വണ്ടി. അത് ഈ വണ്ടിയുടെ ഡിസൈൻ എനിക്ക് തോന്നുന്നത് ഇൻസ്പയർഡ് ആക്കണം മങ്കി ബൈക്സ്. ഇപ്പോൾ ഹോണ്ടയുടെ തന്നെ മങ്കി ബൈക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ബൈക്സ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ചെറിയ ഷോർട്ട് വീൽ ബേസും വളരെ ചെറിയ ലുക്കുള്ളൊരു വണ്ടി. അതിന് ശരിക്കും പുറത്തൊക്കെ നല്ല ഫാൻ ബേസ് ഉണ്ട്. ഇത് ഒരു തരത്തിലും അവർ ലുക്കിനൊരു പ്രാധാന്യം കൊടുക്കാണ്ട് ഇറക്കിയേക്കുന്ന വണ്ടികളാണ്. മറ്റേ ബാക്കിയുള്ള നമ്മൾ വണ്ടികൾ എന്ന് ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ അവർ ലുക്കിന് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോണ്ട അവരുടെ സ്പോർട്സ് ബൈക്കിനൊക്കെ USD4 കൊടുക്കുന്നതിന് മുമ്പ് USD4 കൊടുത്തൊരു സ്കൂട്ടറാണിത്. ഈ സ്കൂട്ടറിന് USD4 ആണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. BS3 BS4 ആണ് സമയത്ത് ഹോണ്ടയിൽ CBR കുറേ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, ഏറ്റവും അവസാനത്തെ മോഡൽ വണ്ടികൾ. അപ്പോൾ അത് അവർ വിറ്റ് തീർക്കാൻ വേണ്ടി ആ വണ്ടി മേടിക്കുന്നവർക്ക്, അതായത് CBR മേടിക്കുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നത്. ചില സ്ഥലത്ത് ആക്റ്റീവ് വാങ്ങുന്നതിൻ്റെ കൂടെ ഈ സാധനം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ കീ ചെയിനും ടോയ്സൊക്കെ കിട്ടണേ. പക്ഷേ ഈ വണ്ടി ഫ്ലോപ്പായി. എനിക്ക് തോന്നിയത് ഈ വണ്ടിയുടെ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 എന്തോ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സമയത്ത് ഒരു ആക്റ്റീവയുടെ ഒക്കെ വില നോക്കുകയാണെങ്കിൽ 50 to 60 റേഞ്ചിലായിരുന്നു. അപ്പോൾ ഈ ആക്റ്റീവയും ഈ ഒരു നവിയും തമ്മിൽ ഡ്രാസ്റ്റിക് പ്രൈസ് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻസ് എഞ്ചിനുമാണ്. നമ്മളെല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് വാല്യൂ ഫോർ മണി നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 10,000 രൂപ കൂടുതലെടുത്താൽ കൂടുതൽ സ്പേസ് ഉള്ള 2 പേർക്ക് കുറച്ച് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന, ഫ്രണ്ടിൽ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളൊരു വണ്ടി കിട്ടും. അപ്പോൾ എന്തായാലും അത് ചൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ നേരെ കുറച്ചപ്പോൾ ഒരു ആക്റ്റീവിനേക്കാൾ 20-25,000 ചീപ്പറായിട്ട് വരുവാണെങ്കിൽ മേ ബി ആ വണ്ടിക്ക് കുറച്ചുകൂടി നല്ല മാർക്കറ്റ് ഉണ്ടായേനെ. Bike number 10. അടുത്ത വണ്ടി നമ്മുടെ യമഹയുടെ തന്നെ ലിബറോ. നമ്മുടെ ഫേസർ 125 ഒക്കെ പോലെ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ്. പക്ഷേ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ താഴെ ഒരു സെക്ഷൻ ഉണ്ട്, നമ്പർ പ്ലേറ്റ് ഒക്കെ വന്ന പോലത്തെ. നമ്പർ പ്ലേറ്റില്ലെങ്കിൽ ഭയങ്കര വൃത്തിയാണ്. ഇത്ര ഒരു ഏരിയ അങ്ങനെ പെടലി പോയിട്ട് സാധനം ഇടൂല നമ്മൾ, മീശ മതാനുള്ള കൊള്ളൂല. എനിക്ക് തോന്നുന്ന ഹെഡ്ലൈറ്റ് അത്രയും ഭയങ്കര ഹൈറ്റിൽ വെച്ച പോലെ തോന്നി. അല്ല, ഹെഡ്ലൈറ്റിന്റെ പകുതി മുക്കാലും ഗ്ലാസ് ഏരിയ ആയിരുന്നു. അതെ, ഒരു അക്വേറിയം കാണുന്ന ഫുള്ള് ഇവിടെ മുതൽ. അതുകൊണ്ടായിരിക്കും ഫേസ് ലിഫ്റ്റിൽ അത് മാറ്റിയത്. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവര് അതിന് ഫേസ് ലിഫ്റ്റ് അല്ല വേണ്ടത്, അതിന് ഫേസ് താഴ്ത്തു വരുന്നു വേണ്ട. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിലെ ഡിസൈനേഴ്സ് ഇപ്പോൾ യമഹയുടെ VMAXിലൊക്കെ ഉള്ള പോലെ ഒരു എയർ സ്കൂപ്പ്, ആ എയർ സ്കൂപ്പ് ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസൈൻ ഒന്ന് നന്നായിട്ട് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, പക്ഷെ അത് അങ്ങോട്ട് നോട്ടമൊന്നും പോയില്ല. അല്ലേ, ഇതിൽ നമ്മൾ പറഞ്ഞേക്കണ കുറേ വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികളുണ്ടാവും, കുറേ വണ്ടികൾ നമ്മൾ പറയാത്ത വണ്ടികളുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ പ്യുവർലി എപ്പോഴും എടുത്ത് പറയുകയാണ്, ഇത് പ്യുവർലി എസ്തെറ്റിക്സ് മാത്രം വെച്ചിട്ട് നമ്മൾ പറഞ്ഞേക്കണതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അഗ്ലി ബൈക്സ് ലിസ്റ്റ്. ഇപ്പം നമ്മളാരും അത്ര ബ്യൂട്ടിഫുൾ ഒന്നും അല്ല, എല്ലാവർക്കും അവരുടേതായ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ദൈവം ഉണ്ടാക്കണേ വണ്ടികളുടെ ഡിസൈനേഴ്സ് ഉണ്ടാക്കണേ. അല്ല ഞാൻ അംഗീകരിക്കില്ല, എൻ്റെ അച്ഛനമ്മ ഉണ്ടാക്കിയത്. പറഞ്ഞ കട്ട് ചെയ്ത് അടുത്ത് ഓക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി ആയിരിക്കും, നിങ്ങൾക്ക് ഞങ്ങളോട് നല്ല ദേഷ്യം ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് തെറി വിളിക്കാൻ തോന്നും. തെറി വിളിക്കാനെങ്കിലും കമൻറ്റൊക്കെ ഇട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വണ്ടി അഗ്ലിയായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ പറയുക ഞങ്ങളോട്.
Just comment down below. Yes, yes. So this is Half Clutch Media signing out.